ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് മൺഡേ അല്ലേ, അപ്പോൾ നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ജസ്റ്റ് നിങ്ങളുടെ എനർജി. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെയും ഈ വരാൻ പോകുന്ന കുറച്ച് ദിവസത്തേക്കും നിങ്ങളുടെ എനർജി എന്തായിരിക്കും, എനർജി അപ്ഡേറ്റ് ആയിട്ട് എടുക്കാം നിങ്ങളുടെ. ആൻഡ് ഗൈഡൻസ് കുറച്ച് യൂണിവേഴ്സിന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി ഈ ഒരു 1 വീക്കിലേക്ക് എന്ന് കറണ്ട് എനർജി നിങ്ങളുടെ. ഓക്കെ, ഈ ആഴ്ചയിലുള്ള നിങ്ങളുടെ എനർജി എന്തായിരിക്കും, നിങ്ങളുടെ എല്ലാ ചുറ്റുപാടും എന്തൊക്കെയാണ് നടക്കാനുള്ള സാധ്യത എന്നൊക്കെ നോക്കാം. ഓക്കെ, ഡെത്ത് കാർഡാണ് ആദ്യം തന്നെ. വെരി ഗുഡ്. ഓക്കെ, ആൻഡ് 4 ഓഫ് swords, 7 of wands, judgment, justice, page of cups, magician, 6 of pentacles, 4 of cups, 9 of cups. ഓക്കെ ഓക്കെ, ഇവിടെ ആദ്യം തന്നെ എനർജി കാണുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഓഫർ വരുന്നതായിട്ട്, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന പോലെ, ഇമോഷണലായിട്ട്, ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന പോലെയാണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പ്ലാൻ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ടാവാം. എന്തെങ്കിലും എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾ ചെയ്യാൻ അതിനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഐ തിങ്ക് തുടക്കം കുറിക്കാനുള്ള ഒരു സമയമാണ്. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ സമയമുണ്ട്. ഡെത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ വരുത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റുന്നുണ്ടാവാം. ചിലവർ മെഡിറ്റേഷൻ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കാരണം ഇതൊരു റെസ്റ്റ് എടുക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങൾ കുറേ ആയിട്ട് എന്താ പറയുക, ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപാട് എന്താ പറയുക, എഫേർട്ട് ഇട്ടുകൊണ്ട് പോകുന്നുണ്ട് നിങ്ങൾ. മേ ബി നിങ്ങൾക്കൊരു റെസ്റ്റിൻ്റെ ഒരു ആവശ്യം ഇപ്പം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ചിലവർ കുറച്ച് റെസ്റ്റ്, ഒരു ബ്രേക്ക് എടുക്കുന്നതായിട്ട്, അതായത് ചിലപ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ ആയിരിക്കാം. എനിക്കങ്ങനെ തോന്നി. മേ ബി നിങ്ങളുടെ ജസ്റ്റ് മനസ്സിൽ നമ്മൾ പറയില്ലേ, ഒന്ന് ഞാൻ ശാന്തമായിട്ട് കുറച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതിയിലുള്ള അതുമായിരിക്കാം. ചിലവർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, കുറച്ച് റിലാക്സ് ആവാൻ ശ്രമിക്കുന്നുണ്ടാവും. ചിലവർ മെഡിറ്റേഷൻ കാര്യങ്ങളായിരിക്കാം. എന്തായാലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. ആക്ച്വലി ഇതിവിടെ വന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി ചിലവർക്ക്, എല്ലാവർക്കും അല്ലാട്ടോ, ഇത് വളരെ വളരെ ചുരുക്കം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെയും പറയാം. നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് എന്ന് പറയാം, ഒരു പേഴ്സൻ്റെ എൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പേഴ്സൻ്റെ എൻഡിങ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി അങ്ങനത്തെ കാര്യങ്ങൾ എൻഡിങ് ആയിരിക്കാം. ചിലവർക്ക് ഒരു പേഴ്സൻ്റെ ഡെത്ത് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വല്ലതും ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, പല സിനാരിയോസാണ് ഇവിടെ. സോ ഞാൻ എല്ലാം പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ ഡെത്ത് ആയിരിക്കാം, ഫാമിലിയിൽ ആരുടെയെങ്കിലും ഡെത്ത് ആയിരിക്കാം. ചിലവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് അല്ലെങ്കിൽ ജോലിയുടെ ലോസ്, അങ്ങനെ എന്തും പറയാം. പക്ഷെ ഒരു മാറ്റം, പക്ഷെ അതൊരു മാറ്റമാണ്. ഓക്കെ, പേഴ്സൻ്റെ ഡെത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല അവിടെ. ജസ്റ്റ് അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാവാമെന്ന് മാത്രം. ഓക്കെ ഓക്കെ, അപ്പോൾ മാറ്റങ്ങൾ ചിലപ്പോൾ വരുന്നുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. എന്തെങ്കിലും റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടെങ്കിലും ഒരു ചേഞ്ചിൻ്റെ സമയമാണ്. ജോലി, കരിയർ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മാറേണ്ടി വന്നു, അങ്ങനെ ചില മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അവിടെ ഒരു ന്യൂ ഓഫർ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും എൻഡ് ആവുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ന്യൂ ഓഫറും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമായിരിക്കാം, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് പറയാം. ചിലവർ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ചിലപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. യെസ്, അത് നടക്കും എന്ന് പറയാം. ഓക്കെ, ഒരു മാറ്റം. ആൻഡ് ഇവിടെ ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി ദാനങ്ങളൊക്കെ കൊടുക്കുന്ന ശീലങ്ങൾ ഉണ്ടാവാം, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, എഫേർട്ട് ഇട്ടു, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടാവാം.
നിങ്ങൾ അങ്ങോട്ട് ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ടായിട്ട് ജഡ്ജ്മെന്റും ജസ്റ്റിസും രണ്ടും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഐ തിങ്ക് ഇത് നമ്മുടെ ഇന്നലെ ഐ തിങ്ക് റീഡിങ്ങിൽ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ചെയ്ത നല്ല കർമ്മയുടെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചിലവർക്ക് വല്ല പാസ്റ്റ് ലൈഫ് കർമ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് തീർന്നു വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങൾക്ക് തീരുന്നുണ്ട്. ഓക്കെ, മുൻപ് നിങ്ങൾ എന്തെങ്കിലും പാസ്റ്റിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് പഠിക്കേണ്ട ചില ലെസൺ അത് കഴിഞ്ഞു വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം, മാറ്റം എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെയ്തതിൻ്റെയൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചുള്ള നല്ലത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുമെന്ന് പറയാം. ആൻഡ് ഇവിടെ 4 of Cups പറയുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഓക്കെ, ഒരു നല്ലത് വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുണ്ടാവാം. നിങ്ങളുടെ ലൈഫിൽ ചിലത് ഉണ്ടായിരുന്നു, ചില കാര്യങ്ങൾ, പക്ഷേ മേ ബി ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും പുതിയ ഒരു ഇത് ആക്ച്വലി ഇത് രണ്ടും നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ഞാൻ അതാ പറഞ്ഞ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു മാറ്റത്തിൻ്റെ ആയിരിക്കാം, ജസ്റ്റ് ഒരു ചേഞ്ച് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ജോലി വലുതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പുതിയതൊന്ന് വരും എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും പേഴ്സൺ ഏതെങ്കിലും നിങ്ങളെ വിട്ടുപോയി എന്തെങ്കിലും സിറ്റുവേഷൻ എൻ്റെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ യെസ്, അവിടെയും നിങ്ങൾക്കൊരു പുതിയ ഒരു ഓഫർ വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ, ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യുന്ന പോലെ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത കെയർ അതേപോലെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിട്ട് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് നിങ്ങൾ എനിക്കും കൂടി അർഹതപ്പെട്ടത് എനിക്ക് കിട്ടണം എന്നുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും, അത് നിങ്ങൾക്ക് വരുമെന്നാണ് പറയുന്നത്. ആക്ച്വലി ജഡ്ജ്മെന്റ് ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മകൾ ഉണ്ടായി എന്ന് പറയാം. നിങ്ങൾ കുറേ കാലം കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ അങ്ങോട്ടാണ് കൊടുത്തത്, നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പ്ലാൻ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരുപാട് മനസ്സിൽ. നിങ്ങളുടെ ലൈഫിൽ ചില ചേഞ്ചസ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് പറ്റിയ തരത്തിലുള്ള ഒരു തുടക്കമാണ് എനിക്ക് കാണുന്നത്. പേജ് ഓഫ് കപ്സും പേജ് ഓഫ് വോൺസും ആണ്. സോ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങളുടെ എൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് ടൈമാണ്. ഓക്കെ, ആരെങ്കിലുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും എൻഡായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് വീണ്ടും ഒരു റിന്യൂവൽ എനിക്ക് കാണുന്നുണ്ട്, തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കോൺഫ്ലിക്ട്സ് എൻഡാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ലൈഫിൽ കോമ്പറ്റീഷൻസ് എൻഡാവും, കോമ്പറ്റീഷൻസ് ഉണ്ടാവില്ല, എന്താ പറയുക, കോൺഫ്ലിക്ട്സ് എൻഡാവും എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു നല്ലത് വരുന്ന രീതിയിലാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നെഗറ്റീവായിട്ടൊന്നും തോന്നുന്നില്ല. സോ നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു കാര്യം, ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു വിഷയം നിങ്ങളുടെ നടക്കും എന്നും പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ന്യായമാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചില എൻഡിങ്സ് വരാം. പക്ഷെ ആ എൻഡിങ്സ് നിങ്ങൾ വരുമ്പോൾ ടെൻഷൻ ആവരുത്. കാരണം ആ എൻഡിങ് വരുന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി കൂടിയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ആവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷങ്ങൾ തരാനും ഒക്കെ ഉള്ളതാണ്. അത് യൂണിവേഴ്സ് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് ആയിട്ട് എടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ എൻഡായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ട് പോവാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായമായത് കിട്ടും. ചില എൻഡിങ്സ് വരുന്നുണ്ടാവാം. ഓക്കെ, മാറ്റങ്ങൾ വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറയാം. സിറ്റുവേഷനിൽ ചില ചേഞ്ചസ് ആയിരിക്കാം, സ്ഥലം മാറലായിരിക്കാം, എന്തും പറയാം. ഓക്കെ, ഓക്കെ, നമുക്ക് യൂണിവേഴ്സ് ഇവിടെ യൂണിക്കോൺ മെസ്സേജസ് ഞാൻ എടുത്തിട്ട് കുറേ ആയി, നോക്കട്ടെ എന്താ പറയുന്നതെന്ന്. വിഷസ് ഇതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, പറയാം. ആൻഡ് ആർക്കേഞ്ചൽ മൈക്കൽ, ബർത്ത്, ഗുഡ്. സോൾ പർപ്പസ്, ഡിവൈൻ സൈറ്റ്, ലാഫ്റ്റർ. യെസ്, നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ വരുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, സന്തോഷങ്ങൾ വരുന്നു എന്നാണ്, ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ്. ഓക്കെ, പക്ഷെ ഇവിടെ വാർണിംഗ് ഉണ്ട്. ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ, ആസ് വൺ വിഷ് വിൽ ബി ഗ്രാൻറ്റഡ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കുക. കാരണം ആ വിഷ് നടക്കുമെന്നാണ് പറയുന്നത്. സോ നിങ്ങളുടെ മാനിഫെസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ വെക്കുക. നിങ്ങളുടെ വിഷ് എന്താണ് വേണ്ടത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ തീരുമാനിച്ച് വെക്കുക. ആൻഡ് ആർക്കേഞ്ചൽ മൈക്കൽ യൂസ് ദ സോർഡ് ഓഫ് ട്രൂത്ത് ടു ഹെൽപ്പ് ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ ഐ തിങ്ക് നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇവിടെ സോൾ പർപ്പസും ഉണ്ട്. സോ ആക്ട് ഓൺ എ സോൾ പർപ്പസ് ടുഡേ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചില നോളജ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഉള്ള നോളജ് വെച്ച് നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങൾ, അത് നിങ്ങളുടെ ഒരു പർപ്പസിൽ പെട്ടതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് പർപ്പസിൽ അതുണ്ട്. കാരണം നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ചിലത് പഠിക്കും അല്ലേ. ആ പഠിച്ചു വരുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക നിങ്ങൾ. ഡിവൈൻ സൈറ്റ്, സീ ദ ഡിവൈൻ ഇൻ എവ്രി വൺ. മറ്റുള്ളവരെ ഫൊർഗീവ് ചെയ്യുക. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഫൊർഗീവ് ചെയ്യുക.
ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും പേഴ്സൺ വിട്ടുപോയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വേണം വെച്ച് ചെയ്തു എന്നും നിങ്ങൾ ഇനി ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണം. എല്ലാവരും മാപ്പ് കൊടുത്തേക്കുക. ഓക്കെ, എല്ലാം ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, എല്ലാം എവിടെയോ നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് നല്ലത് വരാനാണ് എന്ന് വിചാരിച്ച് എല്ലാവരോടും മാപ്പ് കൊടുത്തേക്കുക. എല്ലാവരിലും ഉള്ള ഒരു ചെറിയ നന്മ എന്ന് പറയില്ല, അല്ലെങ്കിൽ എല്ലാവരിലും ഉള്ള ഒരു ദിവ്യത്വം എന്ന് പറയാം, ആ ദിവ്യത്വം നിങ്ങൾ കാണണം എന്നാ പറയുന്നത്. ബർത്ത് എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. ബി റിസെപ്റ്റീവ് ടു എ ന്യൂ ഐഡിയ. ആക്ച്വലി ഇത് അത് തന്നെയാണ്, ന്യൂ ഐഡിയ, ന്യൂ ഓഫർ എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ചിലവർക്ക് ഇവിടെ ചൈൽഡ് ഓർ സിറ്റുവേഷൻ എന്നാ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ചിലവർക്ക് ബർത്ത് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പ്രഗ്നൻസിയുടെ കാര്യത്തിന് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹം അതാണെങ്കിൽ യെസ്, അതും നടക്കും. ഒരു സിറ്റുവേഷൻ മാറ്റം, അഗെയിൻ ഒരു സിറ്റുവേഷന് പുതിയൊരു തുടക്കം വരും, മാറ്റം വരും. ഒരു ഐഡിയ നിങ്ങൾക്ക് പുതിയ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഗൈഡൻസിൽ വരുന്നത്. ലൈഫിൽ എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും, ചിലത് നഷ്ടങ്ങളുടെ ഇടയിൽ വന്നാലും, അതൊക്കെ നിങ്ങളുടെ ഒരു എവിടെയാണോ നിങ്ങൾ എത്തേണ്ടത് അവിടേക്ക് എത്തിക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാം. ഓക്കെ ഓക്കെ, സ്ട്രെങ്ത് ഇതും കൂടി എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ട്രസ്റ്റ്, വിസ്ഡം, ലാഫ്, laughter, laugh, accept, dream. ഓക്കെ, മതിയില്ലേ? ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ് നടക്കും, അതാണ് പറഞ്ഞത്. നിങ്ങളുടെ വിഷസ് നടക്കും തീർച്ചയായിട്ടും. ഓക്കെ, ട്രസ്റ്റ് വെക്കുക യൂണിവേഴ്സിൽ. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾ തളരാതെ മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷസ് നിങ്ങൾക്ക് നടത്തി തരും എന്നാ പറയുന്നത്. സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അതിനെ ചിലവർക്ക് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്യുക. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. മെഡിറ്റേഷൻ, ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ട്രസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് വെക്കുക. ആൻഡ് വിസ്ഡം, നമ്മൾ ആർക്കേഞ്ചൽ മൈക്കിളിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അധികം അത് നിങ്ങളുടെ സോൾ പർപ്പസിൽ പെട്ടതാണ്, ലൈഫ് പർപ്പസിൽ പെട്ടതാണ്. സോ നിങ്ങൾ എന്താണോ നിങ്ങൾ പഠിച്ചു വരുന്നത്, ഓരോ സിറ്റുവേഷനും നിങ്ങൾ എന്ത് പഠിക്കുന്നോ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാം. ആൻഡ് ലാഫ്റ്റർ ഇവിടെ ഓൾറെഡി പറഞ്ഞു. ലാഫ്റ്റർ അട്രാക്ട്സ് യൂണിക്കോൺസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മാജിക് നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് പറയാം. യൂണിക്കോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു മാജിക്കൽ ക്രീച്ചർ ആണ് അല്ലേ നമ്മൾ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ മാജിക് വരും എന്നാണ് പറയുന്നത്. ലാഫ്, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. എല്ലാത്തിനും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന്റെ മേലെ നിങ്ങൾക്കൊരു ചിരിക്കാൻ കഴിയണം. ഞാനെപ്പോഴും ചിരിക്കാറില്ലേ, അതുപോലെ. ഓക്കെ, അക്സെപ്റ്റ്, സിറ്റുവേഷൻ എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ചിലത് എൻഡായി പോകുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്. ഓക്കെ, ശരി, ഇത് സംഭവിച്ചു. ഓക്കെ, എന്താണ് നീ എന്നെ കൊണ്ട് ഇതിൽ എന്താണ് എനിക്ക് കാണിച്ചു തരുന്നത്, എന്താണ് ഞാൻ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്, ഇതിന് ഞാൻ മുന്നോട്ട് എന്താ ചെയ്യേണ്ടത്, നീ തന്നെ എനിക്ക് വഴി കാണിച്ചു തരാം എന്ന് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. ഓക്കെ, ടെൻഷൻ അടിച്ച് നമ്മൾ വെറുതെ അയ്യോ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുക. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മളുടെ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് 2 കാർഡും വിഷസിന്റെ ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സും ഇത് വിഷസ് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടക്കും. പക്ഷെ അതിന് ചില മാറ്റങ്ങൾ വരണ്ടേ? ഇതേപോലെ ഇപ്പൊ ലൈഫ് പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ എത്തില്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടി ചില മാറ്റങ്ങൾ വരാനുണ്ട്. സോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങൾ ഡ്രീംസ് കാണാം. ഓക്കെ, വിഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കൂ, അത് നടക്കും തീർച്ചയായിട്ടും എന്നാ പറയുന്നത്. ആൻഡ് ചിലപ്പോൾ ഡ്രീംസിൽ നിങ്ങൾക്ക് സയൻസ് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ചിലപ്പോൾ യൂണിവേഴ്സിനെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളും. അതൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. ആൻഡ് മെഡിറ്റേഷൻ ത്രൂ ഓൾസോ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ചോദിക്കാം. ഓക്കെ, അന്നത്തെ ഗൈഡൻസ് ഇതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.